നമസ്കാരം. അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്ന വാർത്ത, ഇറാന്റെ ശക്തി യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കും അമേരിക്കയ്ക്കുമൊന്നും മനസ്സിലായിട്ടില്ല എന്ന്. അതായത് ലോകരാജ്യങ്ങളിലെ നമ്പർ 1 ശക്തികളിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ, വൻ ശക്തികളിൽ ഒന്നായി ഇറാനെ കാണേണ്ടി വരും എന്നാണ് വാർത്തകൾ വരുന്നത്. അതായത് അവർ പറയുന്നതിന് കാര്യമുണ്ട്. കഴിഞ്ഞ 10-40 ദിവസമായി നടക്കുന്ന യുദ്ധത്തിൽ ഇറാൻ തുടങ്ങിയ സമയത്ത് എന്താണോ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നത് ഇറാനിലെ ആകാശത്ത് നിന്ന് ബോംബിട്ട് തകർക്കുക എന്നതാണ്. അവരുടെ ഭരണാധികാരികളെ തകർത്തു, കൊന്നു, അവരുടെ സംവിധാനങ്ങളൊക്കെ തകർത്തു, പലതും തകർത്തു. പക്ഷേ ഇറാന്റെ ആ ഒരു സിസ്റ്റത്തെ തകർക്കാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ട്രംപിനോ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, അമേരിക്ക പറയുന്നത് പോലെ, ട്രംപ് പറയുന്നത് പോലെ അവരുടെ ആണവ പദ്ധതികളെ ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഇതിനു മുമ്പ് ഗസയും ഇസ്രായേലും തമ്മിൽ ആ ഒരു സംഘർഷം ഉണ്ടായിരുന്ന സമയത്ത് ഇസ്രായേൽ ഇറാനിലേക്ക് കൊടുത്തിട്ടുള്ള ബോംബാക്രമണത്തിൽ അന്നവരുടെ ഇറാന്റെ ആണവ നിലയങ്ങൾ കംപ്ലീറ്റ് തകർന്നുപോയി എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അതേ അമേരിക്കയും നെതന്യാഹുവും ഇപ്പോഴും പറയുന്നു അത് തകർക്കും. അതായത് ഇറാന്റെ ആകാശത്ത് നിന്ന് തലങ്ങും വിലങ്ങും ബോംബിട്ട് എന്തൊക്കെയോ തകർക്കുന്നു എന്നതിലുപരി ട്രംപും നെതന്യാഹുവും അവകാശപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ തകർക്കും എന്ന് പറയുന്നത് ഒന്നും തന്നെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ പരിധിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതായത് ലോകം ഇറാൻ എന്താണോ പറഞ്ഞത് അതനുസരിച്ചിട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നാണ്. യുദ്ധ സാഹചര്യം ഇതിനു മുമ്പ് ഹോർമോസ് തുറന്നു കിടന്നതാണ്. എന്നാൽ ഇന്ന് ഹോർമോസ് അടഞ്ഞു കിടക്കുകയാണ്. ഇറാന്റെ ഒരു നിലപാട് ശക്തമാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറുഭാഗത്ത് ആര് എന്നത് പോലും നോക്കുന്നില്ല. ഇപ്പൊ ഇന്നലെ ആക്രമിക്കപ്പെട്ട 3 കപ്പലുകളിൽ 2 എണ്ണം ഇന്ത്യയുടേതാണ് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ആ കപ്പലുകൾ അങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവില്ല എന്നൊരു പക്ഷേ അവർ കരുതിയിട്ടുണ്ടാവും. പക്ഷെ കടക്കരുത് എന്ന് പറഞ്ഞാൽ കടക്കരുത് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആക്രമണം നടത്തിയെന്നും കപ്പൽ തിരിച്ചുപോയി എന്നും വാർത്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഏകദേശം 39 വിമാനങ്ങളാണ് കഴിഞ്ഞ 40 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത്, ഹെലികോപ്റ്ററുകളടക്കം. അതില് 2000 കോടി രൂപയുടെ ഡ്രോൺ അടക്കമുണ്ട്. അവരുടെ F-15-35 അടക്കമുള്ള വിമാനങ്ങൾ അതിൽ ഉൾപ്പെടും. അങ്ങനെ അത്യന്താധുനിക സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ പോലും ഇറാൻ വെടിവെച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ തകരാറിലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള സൈനിക ആസ്ഥാനങ്ങളെ 2 കപ്പലുകൾ, ജെറാൾഡും അബ്രഹാം ലിങ്കനും, അത് രണ്ടും ഇറാൻ തകർക്കുകയും ചെയ്തു. അത് രണ്ടും ഇന്ന് പണിയില്ല. 2-3 വർഷം കഴിയാതെ ഇനി അത് പുറലോകം കാണില്ല. അതായത് ഇറാൻ ഉദ്ദേശിച്ച ലെവലിലല്ല എന്നാണ് ഇന്ന് അമേരിക്ക പുറത്തുവിടുന്നവരുടെ ഭരണകൂടവും മറ്റും വിലയിരുത്തുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ലെവലിലല്ല എന്ന്. ഇറാനെ തകർക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് നിരന്തരം ചരക്ക് വിമാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ ചരക്ക് വിമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഫ്യൂവൽ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ വിമാനം യൂറോപ്പിൽ നിന്ന് വന്നത് ഇറാന്റെ ഭീഷണിയെ തുടർന്ന് തിരിച്ചു പോകുന്ന ഒരു വാർത്തയും വന്നു. അതായത് ആകാശം കൈകാര്യം ചെയ്യാൻ, അത് ഭൂമി മാത്രമല്ല ആകാശത്തെ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു വൻ ശക്തി തന്നെയാണ് ഇറാൻ. അതുകൊണ്ട് ഇറാനെ തൊടുന്നത് സൂക്ഷിച്ചു വേണം എന്ന് ട്രംപ് തിരിച്ചറിയുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ട്രംപിന് ഒരു അങ്കലാപ്പ്, ഒരു ആദി. ഇത് തീരുമാനമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന്റെ മുന്നിൽ തങ്ങൾ നാണം കെട്ടുപോകും എന്നുള്ളൊരു തിരിച്ചറിവ്. അമേരിക്കയുടെ ഒരു സൈനിക കമാൻഡർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഇറാൻ ലോകത്ത് ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറിയിരിക്കുന്നു എന്നാണ്. ഇറാന്റെ ഈ ശക്തി ഒരു വശത്ത്. എന്നാൽ മറുഭാഗത്ത് ലെബനോന്റെ തിരിച്ചടി ഇസ്രായേലിന് അതിഭീകരമാണ്. അതായത് അമേരിക്ക ഇറാനിൽ ആക്രമണങ്ങൾ നടത്തുന്നത് പോലെ, അവിടുത്തെ സിവിലിയൻസിനെ കൊന്നൊടുക്കുന്നത് പോലെ ഇസ്രായേലും ലെബനനിൽ കൊന്നൊടുക്കുന്നുണ്ട്, ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. അതിനെ തടയിടാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ കരയുദ്ധത്തിൽ ഏർപ്പെടുന്ന സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. കഴിഞ്ഞ ദിവസം 10ഓളം ഇസ്രായേലി സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഏതാണ്ട് 31ഓളം പട്ടാളക്കാർക്ക് പരിക്ക് പറ്റി എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. ഇതിനു മുമ്പ് 150ഓളം പട്ടാളക്കാരെ ഒരൊറ്റ ദിവസം കൊണ്ട് ലെബനൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സൈനിക നഷ്ടമാണ്. പട്ടാളക്കാരുടെ എണ്ണം കുറവാണ്. ആ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് ലെബനനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പുറത്ത് ഇറാന്റെ ഭീഷണി വേറെ. ചുരുക്കം പറഞ്ഞാൽ
ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ ട്രംപിനെ പോലെ തന്നെ പത്യമടക്കേണ്ട ഒരു സാഹചര്യം അവിടെയുണ്ട്. ആ ആശങ്കയുണ്ട്. ആ ആശങ്ക നിലനിൽക്കവേ തന്നെയാണ് ഭീഷണിയിലൂടെ ഒതുക്കാൻ വേണ്ടി മുഴുവൻ തച്ചുടയ്ക്കാൻ വേണ്ടിയുള്ള ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ബോംബ് വർഷം ലബനോന് സാധിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. അതേസമയം ഇറാന് അത് സാധ്യമാണ് എന്നതുകൊണ്ടാണ് സമവായ ചർച്ചയിലൂടെ ഇറാനെ തൽക്കാലം ഒതുക്കി വെച്ചേക്കുന്നത്. ഇറാൻ അത് തിരിച്ചറിയുന്നുണ്ട്. ലബനോനുമായി ഇസ്രായേലിന്റെ വെടിനിർത്തലും ഇറാനുമായി അമേരിക്കയുടെ വെടിനിർത്തലും ഒരു സ്ഥായിയായിട്ടുള്ള ഒരു വെടിനിർത്തലായി കരുതേണ്ടതില്ല എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വിവരം. അതായത് അമേരിക്കയിൽ നിന്ന് ചരക്ക് വിമാനങ്ങളും റീഫ്യൂലിംഗ് വിമാനങ്ങളും നിരന്തരമായി ഇസ്രായേലിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു എന്നും അതിലൊരു വിമാനം ഇന്നലെ ഇറാന്റെ ഭീഷണിയോടുകൂടി തിരിച്ചു പറക്കേണ്ടി വന്നു എന്നും ഒക്കെ വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. അതായത് ഈ വെടിനിർത്തൽ ഒരു വലിയ ഒരു യുദ്ധത്തിന്റെ ഉരുക്കുകൂട്ടലാണ്. അതിനുവേണ്ടി എല്ലാം കൊണ്ടുവരാനും പോകാനും ഒരുക്കാനുമുള്ള ഒരു സന്ദർഭം ഒരുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇസ്രായേലും അമേരിക്കയും കൂടി കളിക്കുന്നതാണ് എന്നാണ് വാർത്ത വരുന്നത്. ഏതായാലും യുദ്ധം തുടങ്ങി 40 ദിവസം കഴിയുമ്പോൾ ലോകത്താകമാനം വലിയ ഊർജ്ജ പ്രതിസന്ധിയും എണ്ണവില വർധനയും ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വെടിനിർത്തലുണ്ട് എന്ന് പറയുമ്പോൾ എണ്ണവില കുറയുന്നുണ്ടെങ്കിൽ അവർ സ്ഥായിയായി നിൽക്കുന്നില്ല. പിന്നെ ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത സംസാരവും ഓഹരി വിപണിയെയും എണ്ണവിലയെയും ഒക്കെ സാരമായി ബാധിക്കുന്നുണ്ട്. ദുബായ് പോലുള്ള രാജ്യങ്ങളിലെ വൻകിട ഹോട്ടലുകൾ ഇന്ന് ശൂന്യമാണ്. ലോകത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഏകദേശം ശൂന്യമാണ് എന്ന് പറയാം. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാനിലേക്കുള്ള കടന്നുകയറ്റം ആ യുദ്ധം ലോകത്തെ തന്നെ നിശ്ചലമാക്കിയിട്ടുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും യുദ്ധക്കെടുതി നന്നായി അനുഭവിക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറാൻ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇറാൻ പറഞ്ഞത് മാത്രമേ നടക്കൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഈ അവസരത്തിലാണ് അമേരിക്കൻ വിലയിരുത്തൽ വരുന്നത്. ഇറാനെ വില കുറച്ച് കണ്ട അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആ ഒരു നടപടി അബദ്ധമായി എന്ന് അവർ തിരിച്ചറിയുന്ന കാലം സമീപമാണ്. ഇപ്പോൾ തന്നെ ഒരു വൻ ശക്തിയായി, ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വൻ ശക്തിയായി ഇറാൻ മാറിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത് എന്ന്. കാരണം ഇറാന്റെ സൈനിക ശക്തി, അവരുടെ ചെറുത്തുനിൽപ്പ്, ആയുധശേഖരം അത് എത്രത്തോളമാണ് എന്ന് ഇനിയും ലോകത്തിന് മനസ്സിലായിട്ടില്ല. Different angles. Don't forget to subscribe and support this channel.